ഹായ് നമസ്കാരം. ഇരുമ്പ് തണ്ടുകൊണ്ട് താടി അടിച്ച് ഇളക്കുകയും തീയിൽ പഴുപ്പിച്ച് ഇരുമ്പ് ഉപയോഗിച്ച് ലിംഗം പൊള്ളിക്കുകയും മലദ്വാരം അടക്കം പല ഭാഗങ്ങളും പൊള്ളിക്കുകയും ചെയ്തു. ദർശൻ കൊന്നത് അതിക്രൂരമായി. അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ അധികവും ശ്രദ്ധ നേടിയ ഒരു വാർത്തയായിരുന്നു കന്നഡ സൂപ്പർ സ്റ്റാർ ആയ ദർശൻ ഒരു കൊലപാതകം നടത്തി എന്ന വാർത്ത. ഈ വാർത്ത ലോകമറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇതിന് പിന്നിലെ കാരണമാണ്. തന്റെ കാമുകിക്ക് എതിരെ ഒരു കമന്റ് ഇട്ടു എന്ന കാരണം കൊണ്ടാണ് ഒരു യുവാവിനെ കൊല്ലുവാനായി ഇയാൾ തീരുമാനിച്ചത്. കാമുകിക്ക് കമന്റ് ഇട്ടു എന്ന് പറഞ്ഞ ആരാധകനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു ഇയാളെ കൊല്ലുവാൻ വേണ്ടി ദർശൻ വിളിച്ചു വരുത്തിയത്. കമന്റ് ഇട്ട വ്യക്തി ആരാണെങ്കിലും കണ്ടുപിടിച്ച് ഇല്ലാതാക്കണമെന്ന് ദർശനോട് ആവശ്യപ്പെട്ടത് കാമുകിയായ പവിത്ര തന്നെയായിരുന്നു. കാമുകിയുടെ ആവശ്യം അതേപടി നടപ്പാക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഇപ്പോഴിതാ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ദർശൻ ഇയാളെ ദ്രോഹിച്ച കാര്യങ്ങളാണ്. ഇതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോളോ ആശുപത്രിയിൽ 8000 രൂപയ്ക്ക് ശമ്പളം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു മരണപ്പെട്ട രാഘവേന്ദ്ര. ഇയാളുടെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയുമാണ്. ദർശന്റെ ഒരു വലിയ ആരാധകൻ കൂടിയായിരുന്നു ഇയാൾ. ജൂൺ 8-നാണ് ഇയാൾ ദർശനെ കാണാനായി യാത്ര തിരിക്കുന്നത്. എന്നാൽ കുറച്ചു അധികം നാളുകളായി ഇയാളെ നിരീക്ഷിച്ചുകൊണ്ട് ദർശന്റെ ഗുണ്ടകൾ പുറകെ ഉണ്ട്. വഴിയിൽ വെച്ച് തന്നെ ദർശന്റെ ചില ഗുണ്ടകൾ കാറിൽ കയറുകയും രാത്രിയോടെ മൈസൂരിനടുത്തുള്ള ഒരു ആളൊഴിഞ്ഞ ഷെഡിൽ ഇയാളെ എത്തിക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് ആദ്യമായി മർദ്ദനം തുടങ്ങുന്നത്. പിന്നീട് ദർശൻ തന്നെ നേരിട്ട് എത്തി മർദ്ദിക്കുകയാണ് ചെയ്തത്. ആദ്യം ദർശൻ ഇയാളുടെ കരണത്താണ് അടിച്ചത്. പിന്നീട് തന്റെ അരയിലെ ബെൽറ്റൂരി ബോധം നശിക്കുന്നത് വരെ അടിച്ചു. അതിനുശേഷം പിന്നീട് ഇയാളെ തൂക്കിയെടുത്ത് ഒരു തവണ ഭിത്തിയിലേക്ക്, മറ്റൊരു തവണ അവിടെ കിടന്നിരുന്ന ഒരു ടിപ്പർ ലോറിയിലേക്ക് എറിഞ്ഞു. ശേഷം ഇഞ്ചിഞ്ചായി മാത്രമേ ഇയാളെ കൊല്ലാനാവൂ എന്ന് നിർദ്ദേശം നൽകിയാണ് ദർശൻ അവിടെ നിന്നും പോകുന്നത്. ഇയാൾക്ക് കിട്ടുന്ന മർദ്ദനം നേരിട്ട് കാണുവാനായി ഈ ദർശന്റെ കാമുകിയായ പവിത്ര ഗൗഡയും എത്തിയിരുന്നു. ക്രൂരമായ യാതനകൾ ഏറ്റുവാങ്ങിയാണ് രാഘവേന്ദ്ര മരണത്തിലേക്ക് എത്തുന്നത്. വാളുകൊണ്ട് മൂക്ക് വിച്ഛേദിക്കുകയും നാവ് അരിഞ്ഞു മാറ്റുകയും വരെ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരുമ്പ് ദണ്ടുകൊണ്ട് താടി അടിച്ചിളക്കുകയും ചേർത്ത് പലതവണ തല ഭിത്തിയിൽ ഇടിക്കുകയും ചെയ്തു. കൈകാലുകൾ മുഴുവനായും അടിച്ചു തകർത്തു. മർദ്ദനത്തിൽ ഇയാളുടെ വാരിയെല്ലുകൾ പലതും ഒടിഞ്ഞു പോയതായി ആണ് കാണപ്പെടുന്നത്. തീയിൽ പഴുപ്പിച്ച് ഇരുമ്പ് ഉപയോഗിച്ച് ലിംഗം പൊള്ളിക്കുകയും മലദ്വാരം ഉൾപ്പെടെയുള്ള ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊള്ളിപ്പിക്കുകയും ചെയ്തു. ഇത്രയുമൊക്കെ ചെയ്തിട്ടും അയാൾ മരിച്ചില്ല എന്ന് കണ്ടപ്പോഴാണ് ദർശന്റെ നിർദ്ദേശപ്രകാരം ഇയാൾക്ക് ഇലക്ട്രിക് ഷോക്ക് നൽകുന്നത്. അതോടെ അയാൾ പിടഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ആയിരുന്നു പുറത്തു വന്നത്. മൃതദേഹത്തിൽ തന്നെ 8 സ്ഥലങ്ങളിൽ പൊള്ളലേറ്റ പാടുകളാണ് കണ്ടെത്തിയത്. അതേപോലെ തന്നെ 39ഓളം മുറിവുകളും ഉണ്ടായിരുന്നു. ഇതൊരു ആത്മഹത്യ ആക്കി മാറ്റുവാനാണ് ദർശൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആശുപത്രി ജീവനക്കാരും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുമടക്കം ദർശനെതിരെ തിരിഞ്ഞതോടെയാണ് ഇത് കൊലപാതകമായി പുറത്തു വരുന്നത്.